ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ കറിയൊക്കെ തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ ആ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് ചായ വെച്ചു, ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് ഇഡ്ഡലി ഇതാ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി? കുറച്ച് പപ്പടം കൂടെ പൊരിച്ചിട്ടുണ്ട്, കുറച്ച് ചെറുപയർ ഉപ്പേരിയുമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ പതിവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ. ഇനി അപ്പോൾ ഇന്ന് മക്കൾ സ്കൂളിൽ ഓണപരിപാടിയാണ് കേട്ടോ, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ അവർ രണ്ടാളും ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം പേരൻസിന് പരിപാടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവർ പോയി. അപ്പം ഞാനിതാ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ അടുക്കളയിൽ നല്ലൊരു ഉപകാരമായിട്ട് തോന്നി കേട്ടോ. എല്ലാ പാത്രങ്ങളും ഇതുപോലെ എല്ലാ പൊടികളും ഇതുപോലെ നമുക്ക് ഇട്ട് വെക്കാം. കുറേ പാത്രങ്ങൾ നിരത്തി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതാ വെളിച്ചെണ്ണയും ഓയിലൊക്കെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. ഒന്നായിട്ട് ഒഴിക്കണമെങ്കിൽ ആ ഒരു സ്വിച്ച് അവിടെ നീക്കിയാൽ അവിടെ പൊന്തി വരികയും ചെയ്യും. അപ്പം നല്ലൊരു ഉപകാരമായിട്ടുള്ള സാധനം കേട്ടോ. അന്നേരം എനിക്ക് ഒറ്റ കൈ കൊണ്ടായിട്ട് അതും കൂടെ പൊങ്ങി കിട്ടുന്നുമില്ല. അപ്പോൾ ഞാനിതാ ഒന്നും കൂടെ ശരിയായി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഓയിൽ വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റ സ്പ്രേ മാത്രം ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് പ്രോഡക്റ്റും വളരെ ഉപകാരം കേട്ടോ നമുക്ക് കിച്ചണിലേക്ക്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്താണ്, എന്തെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണല്ലേ. അന്ന് നമുക്ക് എന്തോ വലിയ സംഭവം കിട്ടിയ മാതിരിയാണ്. അപ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ കുഞ്ഞു എന്തെങ്കിലും കിച്ചണിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മൾ ഹാപ്പി. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി വെച്ചു കേട്ടോ. നമ്മൾ ചിക്കൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. പൊന്നൂൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ കറിയും കൂടെ ആക്കാം, മീൻ പൊരിക്കുകയും ചെയ്യാമെന്ന്. പക്ഷേ ഓള് വന്ന് നോക്കുമ്പോൾ ചിക്കൻ വേണ്ട, മീൻ കറിയാണ് വേണ്ടിയായിരുന്നു. അപ്പം നമ്മളെ 2 ദിവസമായിട്ട് വെച്ച കറി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിനോട് കുഴപ്പമില്ല, മീൻ കറി അങ്ങനെ കൊടുത്തിട്ടോ. മാന്താണ് എന്ന് കിട്ടിയിട്ടുള്ളത്, പൊടി മാന്ത. അപ്പോൾ ഞാനിങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുത്ത് പൊരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ചായക്ക് ഞാൻ ഗ്രീൻ പീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഉസ്താദും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഉസ്താദിനും ചായയൊക്കെ കൊടുത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ കാകവും വൈകുന്നേരത്തെ ചായയൊക്കെ കൊടുത്തേ. ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടാകുന്നതിനോണ്ട് മക്കൾക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വീട്ടിൽ നിന്നും കൊണ്ട് തന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒന്നും പോകില്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ മോന് പറയാണ്, ഇപ്പം കാക്കൻ്റെ വീഡിയോ എടുത്ത് കണ്ടിട്ട് ഞാൻ തിന്നുന്നതും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് സൂപ്പറാന്ന് പറയുകയൊക്കെയാണ് കേട്ടോ. ഓൽക്കൊരു രസം. ഈ പ്രായത്തിലുള്ള ഒരു വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നിന്ന് തരുള്ളൂ, വലിയവരൊന്നും ഇപ്പം നിന്ന് തരുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഇഷ്ടമായിന്, പോൽക്കാർക്കും ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ എന്നെ രാത്രിയായി ഇതാ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് നേരം TV കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ കുറച്ച് മിച്ചറും എടുത്തിട്ട് കാകൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.